നമസ്കാരം, എൻ്റെ പേര് ജോസ് വർഗീസ്. ഞാൻ കൃഷി വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ജോയിന്റ് ഡയറക്ടറാണ്. തൃശ്ശൂർ ജില്ലയിലെ വെള്ളാങ്കല്ലൂർ എന്ന സ്ഥലത്ത് പൈങ്ങോട് എന്ന ഗ്രാമത്തിൽ നടത്തുന്ന പ്ലാൻ മിൽ എന്ന പേരുള്ള ടിഷ്യൂ കൾച്ചർ യൂണിറ്റിന്റെ പ്രഥമ വിവരങ്ങളാണ്. എങ്ങനെയാണ് ഒരു വാഴയുടെ പ്രജനനം ടിഷ്യൂ കൾച്ചർ മുഖേന നടത്തുന്നത് എന്നുള്ളതാണ് കർഷകർക്കായിട്ട് കാർഷിക വിജ്ഞാന വ്യാപനത്തിന്റെ ഭാഗമായിട്ട് കർഷകർക്ക് നൽകിയിട്ടുള്ളത്. ഇതിന്റെ തുടർ ഭാഗമായിട്ട് ഇതുപോലെ ലാബറട്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള തൈകളുടെ ഹാർഡനിങ്, അതായത് പ്രകൃതിയുമായി ഇണക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് സാധിക്കും. ഏതായാലും ആദ്യത്തെ വീഡിയോന് നൽകിയ പ്രതികരണത്തിനായി നന്ദി. ഏതായാലും ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിലുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ പ്രതികരണങ്ങളും ഞങ്ങളെ കാവുങ്കൽ അഗ്രോടെക്കിന്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ കാണാവുന്നതാണ്. ഈ വീഡിയോയിലുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ അയച്ചു തരിക. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ മറുപടി നൽകുന്നതാണ്. ഏതായാലും ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഞാനൊരു പ്രൊഫഷണൽ വ്ളോഗർ അല്ല. ഇത് കാർഷിക വിജ്ഞാന വ്യാപനത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് കാര്യങ്ങളെ കുറിച്ച് വിശദമായി നൽകുന്ന ഒരു വീഡിയോ ആണ് എന്നുള്ള രീതിയിൽ ഇതിനെ കണക്കാക്കുകയും ഈ കാവുങ്കൽ അഗ്രോടെക്കിന്റെ യൂട്യൂബ് സബ്സ്ക്രൈബും ചെയ്യണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു. നമസ്കാരം. പ്ലാൻ മിൽ എന്ന വനിതാ സംരംഭത്തിലെ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളുടെ ഉൽപ്പാദനത്തിന് ശേഷം ഹാർഡനിങ് എന്ന പ്രോസസ്സിന്റെ വിവിധ ഘട്ടങ്ങളും വിപണനവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ലാബിൽ നിന്ന് എടുത്ത് ഫസ്റ്റ് ഹാർഡനിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് ഹാർഡനിങ് ലാബിന്റെ ഉള്ളിൽ നമ്മൾ ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഒരു 24-26 ഡിഗ്രി അതൊന്നും മാറ്റിയാണ്. പിന്നെ 100% ഹ്യൂമിഡിറ്റി, ബോട്ടിൽസിനുള്ളിൽ 100% ഹ്യൂമിഡിറ്റി, ലൈറ്റ് ഇന്റൻസിറ്റി കൂടുതലാണ്. അത് കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരും. അതാണ് അതിന്റെ ഒരു ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ. ഹാർഡനിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മണ്ണിനും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റി അക്ലിമറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ യോജിപ്പിച്ച് കൊണ്ടുവരിക. പുറമേയുള്ള കാലാവസ്ഥയിലേക്ക് യോജിപ്പിച്ച് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ചെറിയ 18 ടണലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ളിലാണ് നമ്മൾ ഇവരെ ഗ്രോ ചെയ്യാൻ വേണ്ടി കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ അതിനുള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിലിന്റെ ഉള്ളിൽ 100% ആണെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ച് ഹ്യൂമിഡിറ്റി കുറയ്ക്കും. ഒരു 85-90 എന്നുള്ള നിലയിലേക്ക് ഹ്യൂമിഡിറ്റി കുറയ്ക്കും. ടെമ്പറേച്ചർ ലാബിനുള്ളിലേക്കാണ് കുറച്ചും കൂടി കൂട്ടി കൊണ്ടുവരും. ലൈറ്റ് അതുപോലെ മിതമായ രീതിയിൽ നമ്മൾ കൊടുത്ത് പതുക്കെ ഇവരെ പുറമേയുള്ള ക്ലൈമറ്റിലേക്ക് യോജിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണിത്. പ്രൈമറി ഹാർഡനിങ് യൂണിറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. പ്രൈമറി ഹാർഡനിങ്ങിൽ ഒരു മാസം വരെ ഇരുന്ന ചെടികൾക്ക് റൂട്ട് ഗ്രോത്തും നന്നായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ലീഫ് ലാമിനൊക്കെ വിരിഞ്ഞ് സൂര്യപ്രകാശം ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ടാവും. ലാബിനുള്ളിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ആർട്ടിഫിഷ്യൽ കണ്ടീഷനിലാണ് അവർ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ നേച്ചറായിട്ട് ഇണങ്ങിയിട്ട് നോർമലായിട്ട് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രൈമറി ഹാർഡനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡറി ഹാർഡനിങ് ജിഫി പെല്ലറ്റ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് കൊയർപിത്തിന്റെ ഒരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോം, ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. അത് നമ്മൾ ശ്രീലങ്കയിൽ നിന്നാണ് നമ്മളിത് ഇമ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ടല്ല, ബാംഗ്ലൂരിലുള്ള ഒരു ഏജൻസിയാണ് നമുക്ക് ഇത് ഇമ്പോർട്ട് ചെയ്ത് തരുന്നത്. ഇത് ചെറിയ പെല്ലറ്റ്സ് ആയിട്ടാണ് വരിക, കോയിൻ പോലെയാണ് വരിക. ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ചകിരിച്ചോറ് വീർത്തിട്ടാണ് ഇതുപോലെ ഉണ്ടാവുന്നത്. ഒരെണ്ണത്തിന് ഒരു 3.5 രൂപയോളം വിലയുണ്ട്. പക്ഷെ പ്യുവർ ആയിട്ടുള്ള മീഡിയ ആണ്, വേറെ കണ്ടാമിനേഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ചെടികൾക്ക് കണ്ടാമിനേഷൻ ഇല്ലാത്ത പ്യൂർ ആയിട്ടുള്ള മീഡിയ തന്നെ വേണം. കേടുവരില്ല. മീഡിയയിൽ നിന്നുള്ള ഒരു പ്രശ്നം അതിനുണ്ടാവില്ല. ഇത് അഗ്ലോനീമ ഡിഫറെന്റ് വെറൈറ്റി. ഇത് സെക്കൻഡറി ഹാർഡനിങ്, പ്രൈമറി തന്നെ. ഇതിന്റെ ജിഫി കുറച്ചുകൂടി വലിയ ടൈപ്പാണ്. ഗ്രോത്ത് നല്ല സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ജിഫിയിൽ വെച്ചിട്ടാണ് ഇവര് ചെയ്യുന്നത്. ഇതൊക്കെ മറ്റേ അതിന്റെ വേരുകളൊക്കെ പുറത്തേക്ക് ചാടി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. നല്ല ഇതാണ്. പക്ഷെ പൊതുവെ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആണ് അല്ലേ ഈ സമയത്ത്? കുറച്ച് കുറവാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കയറി വരും. പിന്നെ എപ്പോഴും പുതിയ വെറൈറ്റി ആണ്, അതെപ്പോഴും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യണം, പുതിയത് അന്വേഷിച്ചിട്ട് ആൾക്കാർ വരും. ഓക്കെ. ഇത് പ്രൈമറി ഹാർഡനിങ് അല്ലേ? പ്രൈമറി ഹാർഡനിങ് എങ്ങനെയാണ് അതൊന്ന് എടുത്ത് കാണിക്കുക. എങ്ങനെയാണ് നിങ്ങൾ ചെയ്യണത്? ജിഫി പെല്ലറ്റ്സ് ഇതാണ് അതിന്റെ ജിഫി പെല്ലറ്റ്സ്. ഇതിലാണ് പ്രൈമറി ഹാർഡനിങ് നടത്തുന്നത്.
പക്ഷെ നല്ല ഗ്രോത്ത് ആണ്. ഇപ്പൊ എത്ര ദിവസമായി ഇതിലേക്ക് മാറ്റിയിട്ട്? ഇതിപ്പോ വെച്ചിട്ട് 9-ാം മാസം, 15-9. 15-9 ഒരു മാസമായിട്ട്. ഒരു മാസം ആകുമ്പോഴേക്ക് ഇത്ര ഗ്രോത്ത് വന്നില്ലേ? നല്ല ഗ്രോത്ത് വന്നു, നല്ല ഗ്രോത്ത് വന്നു. ഏതായാലും ഒരു നല്ലൊരു എന്റർപ്രണർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഒരു ഫാർമർക്ക് വേണ്ടിയിട്ടുള്ള. ഏതാ വെറൈറ്റി? ഇത് ആറ്റുനേന്ത്രൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അപ്പൊ ഇതുപോലെയുള്ള എത്ര ചേംബറുകളുണ്ട് ഇവിടെ? ഒരു 12 ചേംബറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ചേംബറിൽ എത്ര കപ്പാസിറ്റി? 2000 എണ്ണാണ് ഒരു ചേംബറിൽ പ്ലാന്റ് വെക്കുക. ഏകദേശം ഒരു മാസം വെക്കില്ലേ ഇതില്? അത് കഴിയുമ്പോഴാണ് പ്രൈമറിന്ന് സെക്കൻഡറി ഹാർഡനിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലേക്ക് മാറുക. സെക്കൻഡറി ഹാർഡനിങ് അതാണ് ഇനി അടുത്ത് കാണുന്നത്. സെക്കൻഡറി ഹാർഡനിങ്. ഇതിന്റെ ഹ്യൂമിഡിറ്റി എത്ര പെർസെന്റേജ് ഉണ്ടാവും ഇതിലൊരു 90% ഹ്യൂമിഡിറ്റി. 90% ഹ്യൂമിഡിറ്റി ഉണ്ട്. സിവിയർ ഹ്യൂമിഡിറ്റി ആണ്. അതിലാണ് ഗ്രോത്ത്. അതുപോലെ തന്നെ നല്ല ചൂടുണ്ട്, നല്ല ചൂടും വേണം. ഇത് പോളിഹൗസിന്റെ ഉള്ളിലാണ് ഇതുപോലെയുള്ള സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോന്നിനും നമ്പർ ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. എന്നാണ് അതിന്റെ കയറ്റിയിരിക്കുന്നത്, എന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതിന് ശരിക്കും പറഞ്ഞ ഒരു ഇതിടാ നല്ലത്, ചാർട്ട്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ വാട്സാപ്പ് വന്നില്ലേ? അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടണലിലും ഒരു ലിസ്റ്റ് ഉണ്ട്. എല്ലാം വാട്സാപ്പിൽ കൂടെയാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. പ്രൈമറി ഹാർഡനിങ് കഴിഞ്ഞ പ്ലാന്റ്സ് ടണലിനുള്ളിൽ നിന്ന് എടുത്തിട്ട് സെക്കൻഡറി ഹാർഡനിങ്ങിന് വെക്കുന്ന ഫെസിലിറ്റിയാണിത്. ഇതിൽ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവറുകളിലാക്കിയിട്ട്, ഇപ്പൊ പ്രൈമറി ഹാർഡനിങ് നമ്മൾ ജിഫിയിലാണ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ജിഫി നേരെ നമുക്ക് മണ്ണിൽ കൊണ്ടുവയ്ക്കാം, ഫാർമേഴ്സിന് കൊടുക്കാൻ പറ്റും. പക്ഷെ ആ ഒരു സൈസിൽ പോരാ, കുറച്ചും കൂടി വലുതാക്കി ഒന്നുകൂടി ഹാർഡൻ ചെയ്ത് ഒരു നല്ല ബ്രോഡർ ലീഫ് 5 ലീഫ് സ്റ്റേജിൽ വേണം എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി ഹാർഡനിങ് ചെയ്യുന്നത്. യൂഷ്വലി എല്ലാവരും ഈ ഒരു സ്റ്റേജാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഫിയിലുള്ള പ്ലാന്റ്സ് ഇതുപോലുള്ള ഒരു കവറ് 4-6 കവറാണിത്. ഈ കവറിന്റെ ഉള്ളിൽ നമ്മൾ മണ്ണ്, ചകിരിച്ചോറ്, നമ്മുടെ കാവുങ്ങലിലുള്ള കമ്പോസ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചകിരിച്ചോറ് കമ്പോസ്റ്റ്. പെർലൈറ്റ് ചെറിയ രീതിയിൽ ആഡ് ചെയ്യും. മെയിൻ ആയിട്ട് ചകിരിച്ചോറും പിന്നെ നമ്മുടെ വെർമി കമ്പോസ്റ്റ് അവിടെ നിന്ന് കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ വാം ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ജൈവശക്തി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ആഡ് ചെയ്തിട്ട് 10 ഗ്രാം ഒക്കെ ആഡ് ചെയ്യും. ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മൈക്രോ ഫുഡ് ആഡ് ചെയ്യും. പിന്നെ സിലിക്ക ഇല്ലേ, സാർ ഒരു അഗ്രി സിലിക്ക അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആഡ് ചെയ്തിട്ട്, കാരണം നമ്മുടെ മണ്ണിന് pH കൂടുതലാണ്, അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിക്ക നല്ലതാണ് സാർ പ്രാവശ്യം പറഞ്ഞത്. അതിന്റെ പേര് നമ്മൾ എല്ലാ പ്രാവശ്യം ഇതിൽ സിലിക്ക ആഡ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് ഉണ്ടാക്കി വെച്ച് ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ മണ്ണൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട്, വളവും മണ്ണൊക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഈ ജിഫി ഇത് ഫില്ല് ചെയ്ത് ജിഫി ഇതിലേക്ക് നട്ട് 1 മാസം 1.5 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് പ്ലാന്റ്സ് സെല്ല് ചെയ്യാനുള്ള ഭാഗത്ത്. അതെ, ഇവിടെ വെച്ചിട്ടാണ് നമ്മള് മണ്ണ് മിക്സ് ചെയ്യുന്നത്. സെക്കൻഡറി ഹാർഡനിങ്ങിനുള്ള പോട്ടി മിക്സ്. ഇതിപ്പോ കാവുങ്ങളിൽ എടുത്തിട്ടുള്ള കോയർപിറ്റ് കമ്പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് വെർമി കമ്പോസ്റ്റ് ആണ്. കാവുങ്ങളിൽ തന്നെയാണ് വെർമി കമ്പോസ്റ്റ് എടുക്കാറുള്ളത്. മൈക്രോ ന്യൂട്രിയന്റ് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇത് ജൈവശക്തി, പിന്നെ അഗ്രിസിലിക്ക, മൈക്രോ ന്യൂട്രിയന്റ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സാർ എന്റെ അടുത്തൊരു കോമ്പോസിഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത്ര മണ്ണിന് 1 ചാക്ക് ചകിരിച്ചോറ്, 1/2 ചാക്ക് വെർമി കമ്പോസ്റ്റ്. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലത്തെ കവറുകളിലാക്കി സ്റ്റാഫ് വന്നിട്ട് വർക്കേഴ്സ് വന്നിട്ട് ഇതിങ്ങനെ കവറിലാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കും, ജിഫി പ്ലാന്റ്സ് ഇറക്കി വെക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വളങ്ങളെല്ലാം നമ്മൾ മണ്ണിൽ കൊടുത്തിട്ടുണ്ടാവും. അത് കൂടാതെ കണ്ട് തന്നെ ഇതിന് വരുന്ന ഏതെങ്കിലും രോഗങ്ങളോ ഇതെനിക്ക് തോന്നുന്നു കാൽഷ്യം അപ്ലൈ ചെയ്തില്ലേ, കാൽഷ്യം അപ്ലൈ ചെയ്തപ്പോൾ പൊള്ളല്. അപ്പൊ സാർ എപ്പോഴും പറയാറില്ലേ, കാൽഷ്യം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി ബാലൻസ് ആയി കിട്ടുന്നു. അപ്പൊ അടിഭാഗത്ത് അലിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇലയമയ്ക്ക് വന്നു കഴിഞ്ഞാൽ പൊള്ളല് വരും. അതെ. പിന്നെ എന്തെങ്കിലും സിഗാട്ടോകടെ കാണണമെങ്കിൽ നമ്മൾ ഗ്ലോയിറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ മൈറ്റ്സിന് നമ്മൾ കൊടുക്കാറുണ്ട്, ഒഡീസ് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ റെഗുലർ ആയിട്ട്, കാരണം ഇതെല്ലാവരും ചെറിയ കുഞ്ഞിനെ വളർത്തണം. ഇപ്പൊ എന്താ പറയുക, അംഗനവാടി മതിയാണ്. പ്രായത്തൊക്കെ കുറെ കുട്ടികൾ അടുപ്പിച്ചടുപ്പിച്ചിരിക്കുകയാണ്. പിന്നെ അപ്പൊ അവർക്ക് ഒരാൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റെല്ലാവർക്കും സ്പ്രെഡ് ആവും. പിന്നെ ഓരോ മൈഗ്രേഷൻ ടൈമിൽ ഓരോരുത്തർ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ സാറിന്റെ അടുത്ത് പറയാറുണ്ട്, മൈഗ്രേഷൻ എന്താ പറയാ, ഏതൊരു ഗ്രീൻ ഹൗസിൽ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു ലാബിന്റെ ഉള്ളിൽ നിന്ന് ചെടിക്ക് പുറത്ത് വന്നിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും അപ്പൊ ഞാൻ ജോസ് സാറിനെയാണ് വിളിക്കുക. അത് വർഷങ്ങളായിട്ടുള്ള 10 വർഷമായിട്ട് അങ്ങനെയാണ്.
ഇവിടെ ഒരു ചെടി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ജ്യൂസറിനാണ്. അത് ശരിക്കുള്ള കാര്യമാണ് കേട്ടോ. കാരണം എല്ലാ മരുന്നും സാറ് പറയുന്ന അനുസരിച്ചിട്ടാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യാറുള്ളത്. അല്ല ഇത് ഞാൻ വീഡിയോക്ക് വേണ്ടി വന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഇത് എങ്ങനെ എഡിറ്റ് ചെയ്തോളൂ. അപ്പൊ ഇത് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ റെഡി. ഇത് മഞ്ചേരി മഞ്ചേരിക്കുള്ള മഞ്ചേരിക്കുള്ളന്റെ വെറൈറ്റി. ഇതൊക്കെ നല്ല തൈകളാണ്. ഇതെല്ലാം ഒരു ഓർഡറിന് ഇരിക്കുന്നതാണ്. അവരെടുത്ത് കൊണ്ടുപോകാൻ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. ഓൾറെഡി ബുക്ക്ഡ് ആണ്. ഒരുവിധം എല്ലാ പ്ലാന്റ്സും ബുക്കിംഗ്. ഇതിപ്പോ മഞ്ചേരിയാണ്. ഈ ഇരിക്കുന്നത് ക്വിന്റൽ നേന്ത്രനാണ്. അത് സൂപ്പർ നേന്ത്രൻ, ഒരു സ്പെഷ്യൽ നേന്ത്രൻ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല പഞ്ച് വയ്ക്കുന്നുണ്ട്. നമ്മുടെ തേനീ നേന്ത്രന്റെ തേനീ നേന്ത്രനുണ്ട്, വേറെ പൂജാണ്ട്, ചങ്ങാലിക്കോടനുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റ്സ്, വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. ഇങ്ങനെ തന്നെ പോട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പൊ പിന്നെ അത് നേരെ ഇനി വിപണിയിലെത്തിക്കുന്നു. ഇവിടുന്ന് തന്നെ കൊണ്ടുപോകും ആൾക്കാർ. ഇതിന്റെ റേറ്റ് എന്ന് പറയും. നേന്ത്രന്റെ എല്ലാ നേന്ത്രൻ വെറൈറ്റീസിനും 30 രൂപയാണ്. 30 രൂപ. ജിഫി സൈസിൽ എടുക്കുകയാണെങ്കിൽ 25 രൂപ. ട്രാൻസ്പോർട്ടേഷൻ ഈസിക്ക് വേണ്ടിട്ട് ആൾക്കാർ ജിഫി പ്രിഫർ ചെയ്യാറുണ്ട്. അവർക്ക് 25 രൂപ. പൂജാക്കഥലിക്ക് 45 രൂപ. പിന്നെ ആവശ്യക്കാർക്ക് ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ വേണ്ടു ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. കൊറിയർ ചെയ്യുമ്പോൾ റേറ്റ് പാക്കിംഗ് ചാർജ് എല്ലാം ആഡ് ചെയ്യും. പാക്കിംഗ് നമുക്ക് ഡബിൾ ലെയർ പാക്കിംഗ് കൊടുക്കണം. കാരണം സ്യൂഡോസ്റ്റം അല്ല, പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഡബിൾ ലെയർ പാക്കിങ്ങിന്റെ കോസ്റ്റ് നമ്മൾ എടുക്കാറുണ്ട്. ഡാമേജ് ഇല്ലാണ്ട് എത്താറുണ്ട്. ഫീഡ്ബാക്ക് രജിസ്റ്റർ ഫീഡ്ബാക്ക് രജിസ്റ്റർ ഇല്ല. ബാക്കി നമ്മുടെ സെയിൽസ് ഇൻകമിങ് ഉള്ളിലേക്ക് വരുന്നതും പുറത്ത് പോകുന്നതും എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ വളങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഫെർട്ടിലൈസർ എല്ലാത്തിന്റെയും റെക്കോർഡ്. ഗുണമേന്മയുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ഉൽപാദനത്തെ സംബന്ധിച്ച് കർഷകർക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ വീഡിയോയിൽ കൂടി ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. കർഷകർ നൽകുന്ന എല്ലാ നല്ല പ്രതികരണങ്ങൾക്കും നന്ദി. കൂടുതൽ വിവരങ്ങൾ കാവുങ്ങൽ അഗ്രോടെക്കിൻ്റെ യൂട്യൂബിൻ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.